നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അമേരിക്കയിൽ താൽക്കാലിക ജോലികൾ തേടുന്നവർക്ക് വളരെ നിർണായകമായ ഒരു വാർത്തയാണ് യുഎസിൽ നിന്നും പുറത്തു വരുന്നത്. യുഎസിലെ നോൺ അഗ്രികൾച്ചർ സെക്ടറിൽ ജോലി ചെയ്യുന്നതിനായുള്ള H-2B വിസകളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അധികമായി അനുവദിച്ച വിസകളുടെ പരിധി കഴിഞ്ഞുവെന്നും അടുത്ത ഘട്ടത്തിനായി തൊഴിലുടമകൾ കാത്തിരിക്കുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് H-2B വിസ? ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുക? നിലവിലെ സാഹചര്യം എന്താണെന്നുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തേക്കായി നീക്കിവെച്ച രണ്ടാമത്തെ ഘട്ടത്തിലെ 27,736 അധിക H-2B വിസകളുടെ പരിധി പൂർത്തിയായിരിക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെ ജോലിയിൽ പ്രവേശിക്കേണ്ടവർക്കായി നീക്കിവെച്ച വിസകളായിരുന്നു ഇവ. ഇനി എന്താണ് H-2B വിസ? പലർക്കും ഒരുപക്ഷെ H-1B വിസകളെ കുറിച്ച് അറിയാമായിരിക്കും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് H-2B വിസകൾ. US കമ്പനികൾക്ക് കൃഷി ഇതര മേഖലകളിൽ താൽക്കാലികമായി വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിനാണ് ഈ വിസ ഉപയോഗിക്കുന്നത്. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, കൺസ്ട്രക്ഷൻ, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ മേഖലകളിലാണ് ഇത്തരം തൊഴിലാളികൾക്ക് വലിയ ഡിമാൻഡ് ഉള്ളത്. ഒരു തൊഴിലാളിക്ക് പരമാവധി 3 വർഷം വരെ ഈ വിസയിൽ US തുടരാം. അതിനുശേഷം 3 മാസം സ്വന്തം നാട്ടിൽ പോയി നിന്നതിന് ശേഷം മാത്രമേ വീണ്ടും ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ. സാധാരണഗതിയിൽ കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുള്ള പരിധി പ്രതിവർഷം 66,000 വിസകൾക്കാണ്. ഇതിൽ പകുതി വർഷത്തിന്റെ ആദ്യ പകുതിയിലും, അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയും, ബാക്കി രണ്ടാം പകുതിയിലും, അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയും നൽകും. എന്നാൽ തൊഴിൽ വിപണിയിലെ ആവശ്യം പരിഗണിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും ലേബർ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് 2026 സാമ്പത്തിക വർഷത്തിൽ 64,716 അധിക വിസകൾ കൂടി അനുവദിച്ചിരുന്നു. ഇതിൽ രണ്ടാമത്തെ അലോക്കേഷനായ 27,736 വിസകളാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. ഈ അധിക വിസകൾ എല്ലാ കമ്പനികൾക്കും ലഭിക്കില്ല. തങ്ങളുടെ സ്ഥാപനം വിദേശ തൊഴിലാളികൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും വലിയ സാമ്പത്തിക നഷ്ടം അനുഭവിക്കുന്നുവെന്നും ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തുന്ന കമ്പനികൾക്ക് മാത്രമേ ഈ സപ്ലിമെന്റൽ വിസകൾക്ക് അപേക്ഷിക്കാൻ അനുവാദമുള്ളൂ. ഏപ്രിൽ 21 ആയിരുന്നു ഇതിനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി. നിലവിൽ ആവശ്യത്തിന് അപേക്ഷകൾ ലഭിച്ചതായി USCIS സ്ഥിരീകരിച്ചു. ഇപ്പോൾ അവസരം നഷ്ടപ്പെട്ട തൊഴിലുടമകൾ ഇനി ഉറ്റുനോക്കുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലേക്കാണ്. മെയ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ ജോലി തേടേണ്ടവർക്കായി 18,490 വിസകളാണ് മൂന്നാം ഘട്ടത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിനായുള്ള അപേക്ഷകൾ തൊഴിലുടമകൾ 2026 സെപ്റ്റംബർ 15 ഇടയിൽ സമർപ്പിക്കണം. ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇത്തരം താൽക്കാലിക വിസകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ച് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് അമേരിക്കൻ കമ്പനികൾ സ്പോൺസർഷിപ്പ് നൽകാൻ തയ്യാറാണെങ്കിൽ ഇതൊരു മികച്ച അവസരമാണ്. എന്നാൽ കൃത്യമായ നിയമവശങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ടു പോകാൻ. US തൊഴിൽ വിപണിയിൽ താൽക്കാലിക തൊഴിലാളികൾക്കുള്ള ആവശ്യം വർദ്ധിച്ചു വരികയാണ്. അടുത്ത ഘട്ടത്തിലെ അലോക്കേഷനുകൾക്കായി കാത്തിരിക്കുന്നവർക്ക് ഇത് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചാൽ മാത്രമേ ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ.